ശ്രീമദ് ഭാഗവതം ക്ലാസ് 239. ഇന്ന് 10ാമത്തെ സ്കന്ധത്തിലെ ആദ്യ ഭാഗത്തിലെ 37ാമത്തെ അധ്യായമാണ് കേശിവധവും വ്യോമാസുരവധവും. ഇവിടെ കേശിയെ കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. കംസം വിളിച്ചിട്ട് കേശിയോട് പറയുന്നു, പോയിട്ട് ആ കൃഷ്ണനെയും ബലരാമനെയും കൊന്നിട്ട് വരാൻ. ഇപ്പം നാരദൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് കക്ഷികൾ അവിടെ ഉണ്ടെന്ന്. അതായത് ഒരു രാജ്യത്തിലെ ഭരണം ദൂഷിക്കുമ്പോൾ അതിൻ്റെ കഷ്ടതകൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഏറ്റവും ഗ്രാമങ്ങളിലായിരിക്കും, ഏറ്റവും കീഴെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അത് തന്നെ കാരാഗ്രഹത്തിലല്ലായിരിക്കും, നീതിമാന്മാർ അവിടെയായിരിക്കും വിളിച്ചിടുക. അപ്പം അവിടെയുള്ള ജനങ്ങളുടെ അടക്കമാണ് ആ ഭരണത്തെ തട്ടിമാറ്റുന്ന ശക്തി കാലം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അവിടെ പലതരത്തിൽ അവയെ ഇല്ലാതാക്കാനുള്ള ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അവർ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ട് ആ ദേശം മുഴുവൻ അവൻ്റെ ഇൻഫ്ലുവൻസ് വ്യാപിക്കും. ജനങ്ങളെല്ലാം ആ നിലയിലേക്ക് മാറും. അവിടെ നിന്നാണ് ശക്തി, മുകളിലുള്ള ആ സിംഹാസനത്തിലിരിക്കുന്ന കംസനെ എടുത്ത് കളയാനുള്ള ശക്തി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുക. കാരണം അവിടെയാണ് ദാരിദ്ര്യം കഷ്ടപ്പാടുമെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ അവർ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിത്തീരും. അതാണ് പറഞ്ഞു വരിക്കുന്നത്. അങ്ങനെയാണ് കാലം ആക്ട് ചെയ്യുന്നത്. ആ കാലമാണ് കൃഷ്ണൻ, ആ കാലമാണ് ശ്രീഹരി. അപ്പം ഇത് മനസ്സിലാക്കിയ അപ്പോൾ അവിടെയുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ കംസൻ അപ്പോൾ നാരദൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവിടെയാണ് കൃഷ്ണനും ബലരാമനും ജനിച്ചിരിക്കുക, ഇതെല്ലാം വസുദേവന് മാറ്റിയതാണ് എന്നുള്ളതെല്ലാം ധരിപ്പിക്കുമ്പോൾ കംസൻ തന്നെ അത് സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് നാരദൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാരദൻ നമ്മളുള്ളിൽ എല്ലാത്തിനും പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷം. അപ്പൊ ആദ്യം കംസൻ എന്താണ് ചെയ്യുന്നത്? കേശിയെ വിട്ടിട്ട് അവിടെ പോയിട്ട് അവരെ കൊല്ലാൻ വേണ്ടി പറയുന്നു. പിന്നെയാണ് തന്ത്രപൂർവ്വം മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വധിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം കേശി തന്നെ പോയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. അപ്പം കംസൻ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, എനിക്കെതിരായിട്ടുള്ള ശക്തി അവിടെ രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കൃഷ്ണനെയും ബലരാമനെയും നേരിട്ട് കൊല്ലാൻ ആളെ വിടും. പറ്റിയില്ല എങ്കിൽ വിളിച്ചുകൊണ്ട് തന്ത്രപൂർവ്വം വിളിച്ചുകൊണ്ട് കൊല്ലാനുള്ള വകുപ്പ് നോക്കും. അപ്പോൾ ആദ്യം ആളെ വിടുന്നു, അതാണ് കേശി. ഇതാകട്ടെ കൊളോണിയലിസത്തിന് ശേഷം, വിദേശാധിപത്യത്തിന് ശേഷം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 1:2 ശ്രീ സുഗൻ പറയുകയാണ്, കംസനാൽ നിയോഗിക്കപ്പെട്ട കേശി വലിയൊരു കുതിരയുടെ രൂപത്തിൽ മനോവേഗത്തിൽ ആകാശമേഘങ്ങളെയെല്ലാം ചിതറിപ്പിച്ചുകൊണ്ട്, അതായത് അത്രയും ശക്തിയായിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് അവരെ കൊല്ലാൻ നോക്കും. വിമാനങ്ങളോടുകൂടി എല്ലാം കൂടിയിട്ട് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വട്ടക്കണ്ണുകളോടും വികടമുഖത്തോടും നീണ്ടുതടിച്ച കഴുത്തോടും മഹാമേഘം പോലെ ഒരു വലിയൊരു മേഘത്തിൻ്റെ രൂപത്തിലാണ് വന്നത്. അത്രയും ഭീകരമായിട്ടാണ് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വരിക. ഭാവിച്ച് ഭൂമിയെ വിറപ്പിച്ച് പൊടി പരത്തിക്കൊണ്ട് നന്ദഗോപന്റെ ഗോകുലത്തിലേക്ക് പോയി. കുതിര എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. അത്രയും ഫലം പ്രയോഗിച്ചിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഭയങ്കര മേഘങ്ങളെല്ലാം ഇടിമുടക്കന്മാരിയുള്ള നിലയിലാണ് കയറിച്ചെന്നത്. 3 ആ ഗോകുലവാസികളെ ഭയപ്പെടുത്തിക്കൊണ്ട്, അവരെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് മഴക്കാറോടുകൂടി അവർ ഗംഭീരമായ അവസ്ഥ, ആ ഒരു ഭീകര അവസ്ഥ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ചെന്നപ്പോൾ ആ കേശിയുടെ മുമ്പിൽ ചെന്ന് കൃഷ്ണൻ
ആ കേശിയുടെ നേരെ മുമ്പിൽ കൃഷ്ണൻ നേരെ പോയി നിന്നു. കൃഷ്ണൻ തന്നെ നേരിട്ട് അങ്ങ് പോയി. അപ്പം അത് അത്രയും ആ പിന്നെ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം, മുകളിൽ നിന്നുള്ള ആ ആക്രമണത്തെയെല്ലാം നിസ്സാരമായിട്ട് എതിർക്കുവാൻ തക്കത്തിൽ ശക്തി ആർജിച്ചിട്ടുണ്ട് ഇവിടെ ഈ ദേശം. അപ്പം കൃഷ്ണൻ വളരെ നിസ്സാരമായിട്ടാണ് അത് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. മുമ്പ് പോയി നിന്നു. അത് കണ്ട അവൻ സിംഹം പോലെ ഗർജിച്ചു. 4 അടുത്തുകൂടാൻ പ്രയാസമായ അതിവേഗവാനായ അവൻ കൃഷ്ണനെ കണ്ട് പുറത്തുകൂടാതെ കോപത്താൽ എതിരിട്ട് വായ കൊണ്ട് ആകാശം വിഴുകുന്നത് ഭാവത്തിൽ വന്ന് പിൻകാലുകൊണ്ട് കൃഷ്ണനെ ചവിട്ടി. കുതിരയായിട്ട് വന്നിട്ട് പിൻകാലുകൊണ്ട് കൃഷ്ണനെ ശക്തിയിൽ ചവിട്ടി. അപ്പം 5 ഭഗവാൻ അപ്പോൾ മാറിക്കളഞ്ഞു. കാലുകളിൽ പിടിച്ച് ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ചുഴറ്റി 100 വിൽപ്പാട് അകലത്തേക്ക് ദൂരത്തേക്ക് എറിഞ്ഞു. അത് വളരെ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്രയും ഇവരുടെ സ്ഥിതി അത്രയും ഉയർന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കുക. 6 അവ ആദ്യം ബോധം കെട്ടുപോയി. സ്ഥലബോധം ലഭിച്ചപ്പോൾ ആ കേശി കോപത്തോടെ വായ പൊളിച്ചു കുതിച്ചു വന്നു. ഭഗവാനാകട്ടെ ആ വായൻ്റെ അകത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൊത്തിൽ പാമ്പ് കിടക്കുന്നത് പോലെ തൻ്റെ കൈകളെ ആ വായയിലേക്ക് ഇട്ടു. എന്നിട്ട് കടിപ്പാനായി ശ്രമിച്ച കേശിയുടെ പല്ലുകൾ ചുട്ടുപഴുത്ത ഇരുമ്പിനെ പോലെ കൊഴിഞ്ഞു വീണു. പല്ലെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി. അവൻ്റെ വായിൽ കിടന്ന് ആ കൈ അകത്തേക്ക് കടത്തിയതിന് ശേഷം മഹോദര വ്യാപിക്കുന്നത് പോലെ എന്ത് ചെയ്തു, ആ കൈ വളരാൻ തുടങ്ങി. അപ്പൊ എന്തു പറ്റും, ആ കൈ അങ്ങനെ വളരുമ്പോൾ അവൻ്റെ വായിൽ വളരുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവുമല്ലോ. ശ്വാസതടസ്സം ഉണ്ടാവുകയും അവൻ പിടച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതാവുമ്പോൾ പിടക്കും. പിന്നെ കണ്ണുകളെല്ലാം തള്ളി മലമൂത്ര വിസർജനം എല്ലാം കൊണ്ട് ഗതപ്രാണനായി തീർന്നു. ചത്തേന് സമാനമായിട്ട് ഭൂമിയിലേക്ക് വീണു. 9 ഗതപ്രാണനായി പഴുത്ത കത്തിരിക്ക പോലെ കിടന്ന അവൻ്റെ എന്ത് ചെയ്തു, അപ്പോൾ അവൻ്റെ വായിൽ നിന്നും കൈ കൃഷ്ണൻ പുറത്തേക്ക് പ്രയാസം കൂടാതെ വലിച്ചെടുത്തിട്ട് അവനെ കൊന്നു. അതിൻ്റെ ശേഷം ഗർവമൊന്നും കൂടാതെ, ഒരു വലിയ ഗർവം അഹങ്കാരമൊന്നും ഇല്ലാതെ നിന്നു. അപ്പോൾ ദേവകളെല്ലാം പുഷ്പവൃഷ്ടി അർപ്പിച്ചു. നിസ്സാരമായിട്ട് കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അതായത് കംസൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ്, അവനെ തട്ടാൻ വേണ്ടി ആളെ വരും. അപ്പോഴേക്ക് ആ അവസ്ഥയിൽ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവൻ നിസ്സാരമായിട്ട് കൊന്നു എന്ന നിലയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും, ഇങ്ങനെ അവിടെ കൃഷ്ണനും ബലരാമനും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനെ കൊല്ലാനുള്ള വഴി നോക്കും, ആളെ വിടും. നടന്നില്ലെങ്കിൽ വിളിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, പിന്നത്തെ ബുദ്ധി അങ്ങനെയല്ലാണ് പോവുക. വിളിച്ച് അങ്ങോട്ട് വരുത്തിയിട്ട് ലോക്യപാതയിൽ വിളിച്ചിട്ട് തട്ടിക്കളയുക പല രൂപത്തിലും. അപ്പൊ ദേവകൾ പുഷ്പവൃഷ്ടിയാക്കി. ഈ ദേവകൾക്ക് എന്തേ പരിപാടിയുള്ളൂ? ദേവകൾ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ഇങ്ങനെയുള്ള അവതാരങ്ങൾ വന്ന് ഇല്ലാതാക്കുമ്പോൾ ദേവകൾക്ക് അവിടെ ഇരുന്നൊരു പുഷ്പവൃഷ്ടി നടത്താനേ കഴിയുള്ളൂ. അല്ലാതെ ദേവന്മാർക്ക്, ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ദേവകളെ ആരാധിക്കുന്നതെന്നെല്ലാം പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു പുഷ്പവൃഷ്ടി ആരെങ്കിലും വന്ന് അനീതി ഇല്ലാതാക്കുമ്പോൾ അവരെ അഭിനന്ദിക്കും. പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് എന്തേ ചെയ്യാൻ പറ്റും, അത്രയേ പറ്റുള്ളൂ. അത് ബ്രഹ്മാവായാലും വിഷ്ണുവായാലും മഹേശ്വരനായാലും. നമ്മൾ വിഷ്ണു എന്ന നിലയിൽ ചുരുക്കി കാണുക, ആ വിഷ്ണുവിൻ്റെ നിലയിലല്ല കൃഷ്ണനെ കാണേണ്ടത്. കൃഷ്ണൻ ശ്രീഹരി എന്ന നിലയിലാണ്. ആ ശ്രീഹരി നിലയിലേക്കാണ് പോകുന്നത്.
അല്ലാതെ സാധാരണ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന നിലയിലേക്കല്ല അതിനെ കാണേണ്ടത്. നമ്മൾ എപ്പോഴും പറയുമ്പോഴും പറഞ്ഞു പറഞ്ഞ് മുകളിലേക്കാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മളെല്ലാം നമ്മളെ ആത്മീയ പ്രഭാഷണങ്ങളിൽ പറയുന്നത് എന്താണ്? പറഞ്ഞു പറഞ്ഞ് കൃഷ്ണനെ രാധേ രാധേയാക്കി മാറ്റി. ഇവിടെ ഒരു രാധേനെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ചുരുക്കിയിട്ട് കൃഷ്ണനെ ഇങ്ങനെ ഒരു നമ്മളെപ്പോലെയുള്ള ഒരാളാക്കിയിട്ട് മാറ്റുകയാണ് നമ്മുടെ ആത്മീയ പ്രഭാഷകർ ചെയ്യുന്നത്. കൃഷ്ണൻ ഇങ്ങോട്ടേക്കിട്ട് എന്ത് പോകുമ്പോൾ രാധേ രാധേ, എന്ത് രാധേ രാധേ, ഇത് എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ഓ ബ്രഹ്മമേ ഓ ബ്രഹ്മമേ ഓ ശ്രീഹരി എന്ന നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. വേദവ്യാസൻ എപ്പോഴും അങ്ങോട്ടേക്ക് കൃഷ്ണനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആത്മീയ പ്രഭാഷണത്തിൽ രാധേ രാധേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് സമാനമാക്കി മാറ്റുകയാണ് ആ ശക്തിയെ. എന്നിട്ട് നമ്മളെപ്പോലെ നമ്മളെ കൈമേലിരുന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി മാതിരിയാക്കിയിട്ടാണ് നമ്മൾ കൃഷ്ണനെ മാറ്റുന്നത്. നമ്മൾ കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, ആ തരത്തിലുള്ളൊരു കൊച്ചുകുട്ടീനെ പോലെ കിടത്തി ഉറക്കും, രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് വസ്ത്രമെല്ലാം എണീപ്പിച്ച് ഈ തരത്തിലേക്ക് ആ ശക്തിയെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ ആ ശക്തി എന്ന് പറയുന്നത് അങ്ങാണ്, ശ്രീഹരിയാണ്. അപ്പോൾ എന്നിട്ടോ നാരദൻ അപ്പോൾ 10 ആരുമില്ലാത്ത ഇടത്ത് വെച്ച് കൃഷ്ണനെ കണ്ടിപ്രകാരം പറഞ്ഞു. കൃഷ്ണൻ ആരും ഇല്ലാത്തടത്താണ്, അല്ല കൃഷ്ണൻ എൻ്റെ അടുത്ത് ആരും ഇല്ലാത്ത സ്ഥലത്താണ് നാരദൻ വരുന്നത്. നാരദനാണ് നമ്മളെ മനസ്സിലെ എല്ലാ ആളുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായാലും മോശമായാലും നാരദൻ മനസ്സിൽ വന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യുമെന്ന് പറയും, നമ്മളങ്ങ് ചെയ്തു പോകും. അത് ചിലപ്പോൾ കുടുക്കിലുമാകും. അതുകൊണ്ടാണ് ചെറിയ ആൾക്കാർ തമ്മിൽ നല്ല ലോക്യത്തിലുള്ളവരായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. എന്തെങ്കിലും ചെറിയൊരു തമാശക്ക് പറഞ്ഞായിരിക്കും, അതിൽ കയറി പിടിച്ച് ആകെയായിട്ട് ചിലപ്പോൾ അടിച്ച് ചത്തും പോകും. പിന്നെ ജയിലിൽ കിടക്കുമ്പോഴാണ് ആലോചിക്കുക, അയ്യോ ഞാനെന്താ ചെയ്തത്. പല സംഭവങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം നടക്കേണ്ടതാണ്. ആ സമയത്ത് നമ്മളെ മനസ്സിൽ നാരദൻ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ ശക്തിവിശേഷം എങ്ങോട്ടാണോ നമ്മൾ പോകേണ്ടത് അത് നടന്നേ പറ്റൂ. അതിന് വലിയ കാര്യമൊന്നും വേണ്ട, നിസ്സാര കാര്യം മതി. ചിലപ്പോൾ നമ്മൾ നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കും. തമാശക്കൊന്ന് പറഞ്ഞായിരിക്കും, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, തമാശ എടുക്കാൻ പറ്റില്ല. അത്രയും ഫ്രണ്ട്ഷിപ്പിൽ എന്ത് തമാശ പറയുന്ന ആൾക്കാരാണെങ്കിലും ചില സമയത്ത് നമ്മളൊരു തമാശ പറഞ്ഞാൽ അവനത് വലിയ ഫീലിംഗ് ആയിട്ട് പൊട്ടിത്തെറിക്കും. കാരണം അത് ആ സംഭവം നടക്കണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ആ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതെല്ലാം ഓൾറെഡി തീരുമാനിക്കുകയാണ്. അല്ലാതെ ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശ്വരന്മാർക്കൊന്നും ഒരു ചെക്കും ചെയ്യാൻ പറ്റില്ല. ദേവതകൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശ്വര ദേവത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മളെ പോലെയുള്ള ഓരോ ശക്തികളാണ്, ബലങ്ങളാണ്. അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈശ്വരന് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇനി നാരദൻ പറയാൻ പോകുന്നത്. നോക്കുക, ആളില്ലാതെടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്. കാരണം ആളുകളും ഇത് കേൾക്കരുത്, രഹസ്യമാണ്. എന്താണ് നാരദൻ പറയുന്നത്? ഹേ കൃഷ്ണ 11:12 അപരിച്ഛിന്ന രൂപ, ഏത് രൂപത്തിലും വരുന്നത് അങ്ങാണ്. സർവലോകേശ്വര, സർവലോകത്തിൻ്റെയും ഈശ്വരനാണ്. യാദവ കുലോത്തമ, ഇപ്പോൾ യാദവ കുലത്തിൻ്റെ തലവനായിട്ട് വന്നിരിക്കുകയാണ്. അഗ്നി പോലെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന അങ്ങാണ് എല്ലാ ചരാചരങ്ങളിലെയും ഉള്ളിൽ വസിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഒരാളെ കൊണ്ട് ഈ കൃഷ്ണനെ അങ്ങേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയവാദികൾ രാധേ രാധേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ ശക്തി ഏതാണ്? ആ അവത്തിലേക്ക് നമ്മളെ ഉയർത്താനല്ല നോക്കുന്നത്. നമ്മളെ ഇങ്ങനെ കീഴോട്ടേക്ക് വലിച്ച് കഥകളിൽ കൊണ്ടുപോയിട്ട് വെറും പിഞ്ചു കുഞ്ഞുമാരിയാക്കി നമ്മളെ കയ്യിൽ കിടന്ന് ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി എടുക്കുകയാണ്.
സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആന്തരാത്മാവായ നമ്മുടെ ആത്മാവ് അത് തന്നെയാണ് ആ കൃഷ്ണൻ. അത് പല രൂപത്തില്, അപരിച്ഛിന്ന രൂപത്തില്, അത് ഏത് രൂപത്തിൽ അവർ വന്ന് പറയില്ല. അപ്പോൾ ഓരോ ദേശത്തിലും ചില വ്യക്തികളുടെ രൂപത്തിൽ വന്നിട്ടാണ് ആ നാട്ടിനെ ഇളക്കി മറിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കഥയിൽ പറയുന്ന മാതിരി വരണമെന്നൊന്നുമില്ല. കൃഷ്ണൻ തന്നെയാണ് വരുന്നത്, ചില വ്യക്തികളിലൂടെ വരും. ചിലപ്പോൾ അത് പല വ്യക്തികളായിട്ട് മാറും. അങ്ങനെയാണ് ഗോപശ്രീകളുടെ എല്ലാം എത്രയോ ഭർത്താക്കന്മാരായിട്ട് വന്നിരിക്കുക. എല്ലാം കൃഷ്ണൻ തന്നെയാണ്. രൂപം ചിലപ്പം പല രൂപത്തിലായിരിക്കും, പക്ഷെ എല്ലാത്തിനെയും നമ്മൾ കൃഷ്ണനായിട്ട് കാണും. എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ തന്നെയാണ്. എല്ലാ സ്ത്രീകളുടെയും വികാര വിചാരങ്ങളാണ് ആ കൃഷ്ണനായിട്ട്. കൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലീലയാണ് പുരുഷന്മാരുടെയും സ്ത്രീകളിലൂടെയും. ഈ പുരുഷന്മാരും സ്ത്രീകളും ഈ കൃഷ്ണൻ തന്നെയാണ്. ആ ലെവലിലേക്ക് നമ്മൾ വരണം. അതാണ് ഇടക്കിടക്ക് ഇത് പറയുന്നത്. പക്ഷെ നമ്മളെ മനസ്സ് അത്തരത്തിൽ പോകുന്നില്ല. പിന്നെ ഇതും കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുക. കൃഷ്ണന് പെണ്ണുങ്ങളെ സാരി മോഷ്ടിക്കലാണ് പരിപാടി എന്നല്ല. അതവനവൻ്റെ അജ്ഞത. എന്നിട്ടോ എല്ലാവരുടെയും അന്തരാത്മാവായ അങ്ങ് സർവസാക്ഷിയാണ്. എല്ലാ കാര്യത്തിൻ്റെയും സാരസാക്ഷിയായ പുരുഷോത്തമനാണ്. സർവവും നിയന്ത്രിക്കുന്നതും അങ്ങാണ്. എന്നിട്ടോ 13, തന്നെ മാത്രം ആശ്രയിക്കുന്നവൻ. ആ ശക്തിക്ക് താൻ തന്നെയാണ് ആശ്രയം, വേറെ ഒന്നുമില്ല. ആ ശക്തിയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല. ആ ശക്തിയെ പ്രപഞ്ചത്തിലുള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതാണ്. അത് അതിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്, വ്യർത്ഥമല്ലാത്ത സങ്കല്പത്താൽ. അപ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ ബ്രഹ്മം, നിർഗുണമായി എന്തോ ഒരു സംഗതി, ഈശ്വരൻ, അതാണ് ഈശ്വരൻ. വ്യർത്ഥമല്ലാത്ത സങ്കല്പത്താൽ, അതിൻ്റെ സങ്കല്പം വ്യർത്ഥമാവില്ല. അതിനൊരു സങ്കല്പം ഉണ്ടായി. എന്താണത്? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, പടിപടിയായിട്ട്. അതാണ് അതിൻ്റെ സങ്കല്പം. അതൊരിക്കലും എന്താവില്ല, വ്യർത്ഥമാവില്ല. അവസാനം അതൊരു കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ യാതവകുലം ഉണ്ടാക്കിയെടുക്കും. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ ഒരു ലോകം. അതാണ് അതിൻ്റെ സങ്കല്പം. അതിനനുസരിച്ചാണ് പിന്നെ സൃഷ്ടിക്രമം ഉണ്ടാകുന്നത്. ആദിയിൽ നിന്നിൽ നിന്ന് വേർപെടാതെ മായ കൊണ്ട് സത്വാദി ഗുണങ്ങളെ സൃഷ്ടിച്ചു. നിന്നിൽ നിന്ന് കാരണം ആദ്യം അതേ ഉള്ളൂ. പിന്നെ അത് തന്നെ എന്തായി മാറാൻ പറ്റൂ? മായയായി മാറിയിട്ട് അത് തന്നെയാണ് പല ഗുണങ്ങളായിട്ട് മാറിയിട്ട് സത്വാദി ഗുണങ്ങൾ, സത്വരജോ തമോ ഗുണങ്ങൾ. ഇതാണ് അടിസ്ഥാന തത്വം. അത് തന്നെയാണ് ആധുനിക സയൻസിലെ അടിസ്ഥാന തത്വം. എന്താണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സൃഷ്ടിക്രമങ്ങളും. ആ ഗുണങ്ങൾ ഉണ്ടാക്കി, ആ ഗുണങ്ങളാൽ ഈ വിശ്വത്തെ സൃഷ്ടിച്ചിട്ട് സങ്കല്പത്തിനനുസരിച്ച് ഒരു വിശ്വത്തെ പടിപടിയായി സൃഷ്ടിച്ചിട്ട് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ വസുദേവ ലോകം ഉണ്ടാക്കി. എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അക്കത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ല, ജാതി മതങ്ങളില്ല, ഒരു ചുക്കുമില്ല. എല്ലാവരും ജ്ഞാനത്തിൻ്റെ സുഭിക്ഷതയിൽ കഴിയുന്ന ഒരു ലോകം. 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം. എന്നിട്ട് പരിപാലിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സംഹരിക്കുന്നു. അപ്പൊ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും വിഷ്ണുവും ബ്രഹ്മാവും ശിവനുമെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് ഉത്ഭവിച്ച ആ കർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ മാത്രം. നമ്മളും നമ്മുടെ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവർ മാത്രം. എന്നിട്ടോ 14, അങ്ങ് രാജാക്കന്മാരായ അസുരന്മാരെ. അങ്ങനെ രാജാക്കന്മാരെയും സൃഷ്ടിക്കും. രാജാക്കന്മാർ അസുരന്മാരായി മാറുമ്പോൾ, ജനത്തെ ചിന്തിക്കാതിരിക്കുമ്പോൾ, രാജാക്കന്മാരായ അസുരന്മാരെയും രാക്ഷസന്മാരെയും, അവരാണ് രാക്ഷസന്മാർ,
ദുഷിച്ച ഭരണാധികാരികൾ ജനത്തിൻ്റെ കാര്യം ചിന്തിക്കാതെ സ്വന്തക്കാരെയും സ്വന്തം ആൾക്കാരെയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളും നോക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാരായ അസുരന്മാരെ, രാക്ഷസന്മാരെ എതിരെ സംഹാരത്തിനായി ധർമ്മത്തിൻ്റെ രക്ഷക്കായും ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. അങ്ങ് ഈ ലോകത്തിൽ വന്നിട്ടുണ്ട് ദുർമാർഗിയായ ആ അസുരനെ വധിക്കാൻ. എപ്പോഴാണിത്? കൊളോണിയലിസം കഴിഞ്ഞിട്ട് ലോകം ഒരു ഭാഗം ഏത് ഭാഗത്തേക്ക് പോകുന്നു? യാദവ കുലത്തിലേക്ക് പോകുന്നു. അവിടുത്തെ കാര്യമാണ്. വേറൊരു ഭാഗം പാണ്ഡവരുടെ ഭാഗത്തേക്കും പോകുന്നു. ദുര്യോധനാദികളുടെ ചൂതുകളിയുടെ ലോകത്തേക്ക്. ഒരു വശം ചൂതുകളിയുടെ ലോകത്തിലേക്ക് പോകുന്നു, മറുവശത്ത് കൃഷ്ണൻ യാദവരുടെ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുന്നു. ചരിത്രവുമായി ബന്ധിപ്പിച്ച് നോക്കിക്കൊള്ളുക. എന്നിട്ടോ അശ്വരൂപം ധരിച്ചു വന്ന ആ അസുരന്റെ ശബ്ദം കേട്ട് ദേവന്മാർ സ്വർഗലോകം വിട്ടുപോയപ്പോൾ ആ ഒരു അസുരം വന്നു. ഇപ്പം കുതിരന്റെ രൂപത്തിൽ ഇത് വന്നപ്പോൾ ദേവന്മാരെല്ലാം എന്തായി? പേടിച്ചിട്ട് സ്വർഗലോകം വിട്ടുപോയി. ഈ ദേവന്മാരെയാണ് നമ്മൾ കിടന്നിട്ട് ആരാധിക്കുന്നത്. നമ്മളെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ദേവന്മാർ തന്നെ വിട്ടോടി. നമ്മൾ ഈ ദേവന്മാരെയും പിടിച്ചിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവതകൾ, വേദത്തിലെ ദേവതകൾ, കല്ലും മണ്ണും, ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്നവരാണ്. പക്ഷെ ഈ രാക്ഷസന്മാരായ ഭരണാധികാരികൾക്ക് നേരെ ദേവന്മാർ കാടുകൾ നിസ്സഹായരാണ്. അവര് ഭൂമിയും കയ്യേറും, കാടുകളും നശിപ്പിക്കും, അന്തരീക്ഷവും മലിനമാക്കും. എല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആ ഭരണാധികാരികൾ ഇതെല്ലാം നശിപ്പിക്കും. അപ്പോൾ ഈ ദേവതകൾക്ക് വെള്ളത്തിനായാലും വായു മലിനീകരണം, ജലമലിനി, വായുദേവത, അഗ്നിദേവത, ഇവരെല്ലാം ഇവിടെ തന്നെ വിട്ടെറിഞ്ഞു പോകും. ഭൂമി ദേവതയല്ല. ഭരണത്തിലുള്ളവർ സ്വാർത്ഥമതികളാകുമ്പോൾ ചരിത്രത്തെ ശരിക്കും ഈ പറയുന്നത് ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കൂ. നമുക്കിതെല്ലാം ലോകത്ത് കാണാം, വളരെ തെളിഞ്ഞ് കാണാം, കണ്ണാടിയിൽ തെളിഞ്ഞ് കാണുന്നത് പോലെ. അശ്വരൂപം ധരിച്ചു വന്ന ആ അസുരന്റെ ശബ്ദം കേട്ട് ദേവന്മാർ സ്വർഗലോകം വിട്ടുപോയപ്പോൾ അവനെ നിന്തിരുവടി അനായാസേന കൊണ്ടു. എന്ത് ചെയ്തു? അതെല്ലാം പെട്ടെന്ന് ഇല്ലാതെ ചെയ്തു. ഇനി 16. മറ്റന്നാൾ, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ചാണൂരാനെയും മുഷ്ടികനെയും എന്നീ മല്ലന്മാരെ കവലകയ പീഠത്തോടും കംസനെയും കൊല്ലുന്നത് ഞാൻ കാണുവാൻ പോവുകയാണ്. നാരദൻ പറയുകയാണ്, നാളെ ഇനിയിപ്പം ചാണൂരാനെ കൊല്ലും, മുഷ്ടികനെ കൊല്ലും, കംസനെയും കൊല്ലും. ഞാനിതെല്ലാം നാളെ കാണാൻ പോവുകയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ നാരദൻ പറഞ്ഞ് കൃഷ്ണനോട് നീ ചെയ്യാൻ പോകുന്ന ഇതെല്ലാം നാളെ ചെയ്യാൻ. അതായത് ഈ കൃഷ്ണനും ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഒരു ഷീട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അത് നാരദന്റെ കൈമലുണ്ട്, കൃഷ്ണന്റെ കൈമലുമുണ്ട്. കൃഷ്ണൻ ഇത് ചെയ്യുന്നു എന്ന് കവിഞ്ഞ് അതിൽ നിന്നും 1 ഇഞ്ച് മാറിയിട്ട് കൃഷ്ണന് ചെയ്യാൻ പറ്റില്ല. ഈ വരുന്ന കാലമായ ശക്തിക്കും കൃഷ്ണനും ആ ശ്രീഹരി ഒരു ചാർട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് പരമാത്മാവെന്ന പ്ലാൻ. ആ പ്ലാന് നടപ്പാക്കാനാണ് ഈ കാലഘട്ടത്തിൽ കാലമാകുന്ന കൃഷ്ണൻ വരുന്നത്. കാലമാകുന്ന കൃഷ്ണനും ചെയ്യാനുള്ള ലിസ്റ്റ് ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. പിന്നെ നമ്മൾ കൃഷ്ണനെ കാല് പിടിച്ചിട്ടും ഒരു കാര്യമില്ല, ശ്രീഹരിനെ കാല് പിടിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നാരദൻ പറയാണ് നീ ചെയ്യാൻ പോകുന്നത് എന്തെല്ലാണെന്ന്. അപ്പൊ ഈ കൃഷ്ണൻ എന്താ വില?
ഒരു കമ്പ്യൂട്ടർ മാതിരി കാലം വന്നിട്ട് ചെയ്തിട്ട് കാലമാകുന്ന കൃഷ്ണനാണ് ജനങ്ങളിടക്ക് ഒരു ശക്തിയായി വന്നിട്ട് ഇതിങ്ങനെ നടപ്പാക്കി പോകും. അതിൽ ശ്രീഹരിക്ക് പോലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നാരദ മുൻകൂട്ടി വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ ചിലപ്പം കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണന്റെ ഉള്ളിലും ആക്ട് ചെയ്യുന്ന കക്ഷിയാരാണ്? നാരദനാണ്. സമയാസമയത്തും നാരദൻ പോയിട്ട് കൃഷ്ണനോട് പറയും നീ ഇത് ചെയ്യും, ഒരു കുത്തു കൊടുക്കും തലയിൽ. അപ്പം കൃഷ്ണൻ അതിന്റെ പിന്നാലെ പോകും. കാരണം ഈ ജോലി ആരെയാ ഏൽപ്പിച്ചിരിക്കുന്ന? നാരദന്. അപ്പം നാരദൻ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ സമയത്തും ആളെടുത്ത് പോയിട്ട് ഓരോ കുത്തി കൊടുക്കും. അങ്ങനെയാണ് കംസന്റെ തലയിൽ ഒരു കുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് കംസൻ ഓടിയത്. ഇപ്പം കൃഷ്ണന്റെ അടുത്ത് പറയുന്നത് ഇത് എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഞാൻ നാളെ നിന്റെ തലയിലും വന്നിട്ട് കുത്താൻ പോവുകയാണ് ഓരോ സമയത്ത്. ലിസ്റ്റ് ഇങ്ങനെയാണ്, നീ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം 17 പറയാണ് നീ എന്ത് ചെയ്യും? ശംബരൻ, യവനൻ, മുരൻ, നരകാസുരൻ എന്നിവരെ വധിക്കും. അതിനുശേഷം നീ ചെയ്യാൻ പോകുന്ന ഇവരെ വധിക്കും. പിന്നെ എന്താണ്? പാരിജാതം കൊണ്ടുവരുന്നതും, പിന്നെ നീ പാരിജാത പുഷ്പം എടുത്ത് കൊണ്ടുവരും. അതിന് ശേഷം ദേവേന്ദ്രനെ തോൽപ്പിക്കുന്നതും ഞാൻ കാണും. അതിന് ശേഷം നീ ദേവേന്ദ്രനെ തോൽപ്പിക്കും. പിന്നെ 18 ലോകനാഥനായ അങ്ങ് വീരത പ്രദർശിപ്പിക്കും. എന്തിനു വേണ്ടി? പ്രതിഫലമായി കാട്ടിക്കൊടുക്കുന്ന മട്ടിൽ അനേകം വീരാങ്കനമാരെ പാണിഗ്രഹണം ചെയ്യും. നീ കുറെ വീരാങ്കനമാരെയെല്ലാം വീരത കാണിച്ചുകൊണ്ട് പാണിഗ്രഹണം ചെയ്യും. ദ്വാരകയിൽ നിന്ന് നൃഗരാജാവായ രാജാവിന് മോചനം നൽകുന്നതും ഞാൻ കാണും. ദ്വാരകയിൽ പോയിട്ട് നൃഗരാജാവിന് മോചനം നീ നൽകും. പിന്നെ 19 ജംബവതി എന്ന ഭാര്യയോടുകൂടി സമന്തകം എന്ന രത്നം കൊണ്ടുവരുന്നതും ഞാൻ കാണും. പിന്നെ നീ പോയിട്ട് സമന്തക രത്നം എടുത്തു കൊണ്ടുവരുന്നത് ഞാൻ കാണും. തൻ്റെ ലോകത്ത് നിന്ന് ബ്രാഹ്മണന്റെ മരിച്ചുപോയ കുട്ടിയെ കാട്ടിക്കൊടുക്കും. പിന്നെ നീ ആ മരിച്ചിട്ട് അങ്ങെത്തിയ കുട്ടീനെ ബ്രാഹ്മണന് കാണിച്ചു കൊടുക്കും. അതും ഞാൻ കാണും. ഞാൻ കാണാൻ പോകുകയാണ് ഇതെല്ലാം. കൃഷ്ണൻ ചെയ്യാൻ പോകുന്ന ജോലിയാണ് ആര് പറയുന്നത്? നാരദന്. കാരണം നാരദനാണ് ഇതിൻ്റെ എല്ലാം ഇളക്കി വിട്ട് കൊടുക്കേണ്ട ആൾക്കാർ. അപ്പൊ ലിസ്റ്റ് കൈമല് വെച്ച അപ്പൊ ആ വഴിക്ക് പറയുകയാണ്. നിന്തിരുവടി ദ്വാരകയിൽ വസിച്ച് ഭൂമിയിൽ കവികളാൽ വർണ്ണിക്കാൻ പോകുന്ന എല്ലാ വീര്യകൃത്യങ്ങളും ഞാൻ കാണും. വേദവ്യാസൻ എന്തെല്ലാം കവികളായിട്ടുള്ളവര്, വേദവ്യാസനെ പോലെയുള്ളവര് പുരാണങ്ങളിലൂടെ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നീ ചെയ്യുന്നതായിട്ട് കാണും. വേദവ്യാസൻ എഴുതി വെച്ച കാര്യങ്ങൾ പോലും നീ വന്നിട്ട് അതേപോലെ ചെയ്യുന്നത് ഞാൻ കാണും. വേദവ്യാസൻ പറയുന്ന കാര്യങ്ങൾ, മഹാഭാരത യുദ്ധം ഉണ്ടാകും, നീ അന്നേരം ഇന്ന ചെയ്യും, നീ മറ്റേ ഭൂമിയിൽ ചക്രം താഴത്തോട്ട് തീർക്കും, നീ ഇന്ന വേഷങ്ങൾ കെട്ടും, ഇതെല്ലാം വേദവ്യാസൻ എഴുതിയിട്ടുണ്ട്, അതുപോലെ നീ വന്ന് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ കൃഷ്ണന്റെ ജോലി എന്താണ്? വേദവ്യാസം പറഞ്ഞ മാതിരി തന്നെ അഭിനയിക്കുക. കൃഷ്ണനും അഭിനയിക്കുകയാണ്. ആ മായയായിട്ട് കൃഷ്ണനും വന്ന് അഭിനയിക്കുകയാണ്. നമ്മളും മായ കിടന്ന് അനുഭവിക്കുന്നത്, കൃഷ്ണനും അഭിനയിക്കുന്നു. അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം ഇവർക്കൊന്നും കൃഷ്ണന് പോലും ഇല്ല. നാരദൻ പറയുകയാണ്. പക്ഷെ ഇതിനെല്ലാം ഇളക്കി വിടുന്ന ആരായിരിക്കും? നാരദൻ. കാരണം നാരദന് ഈ ലിസ്റ്റ് വരണം. ഇന്ന സമയം ഇന്നാളെ ഒന്ന് കത്തിക്കുക, അവിടെ പോയിട്ട് അവൻ്റെ മുൻപിലിട്ടിട്ട് നീ ഈ വഴിക്ക് പോകുന്നത് ഒരു കുത്തും കൊടുത്തിട്ട് പോകും. കൃഷ്ണന്റെ സമയത്തുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് പോകും, കംസന്റെ അടുത്ത് പോകും, കംസന്റെ അടുത്ത്. അപ്പോൾ എല്ലാ കാര്യവും അറിയുന്ന ഈ ലോകത്തിൽ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നാരദനാണ്. എന്നിട്ടോ അതിൽ പിന്നെ കാലസ്വരൂപനായി, നീ കാലത്തിന്റെ സ്വരൂപനായിട്ടാണ് വരുന്നത്. അർജുനന്റെ സാരഥിയായി, പിന്നെ നീ കാലസ്വരൂപനായി, നീ കാലസ്വരൂപനായിട്ടാണ് വരുന്നത്. കാലമാണ് വരുന്നത്. അർജുനന്റെ സാരഥിയായിട്ട്
ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ടിരിക്കുന്ന നിന്തിരുവടി, ഭൂമിയുടെ ഭാരം ഒന്ന് തീർത്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഇത് എല്ലാം എപ്പോഴാണ്? കൊളോണിയലിസത്തിന് ശേഷം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് കൃഷ്ണൻ ഒരു ലോകം ഉണ്ടാക്കും. എന്നിട്ട് അവസാനം അവിടെ നിന്നുകൊണ്ട് ഇപ്പുറത്ത് വരും. എവിടെ? ദുര്യോധനാദികളുടെ ലോകത്തിന്റെ രണ്ടാം ഭാഗം ചൂതുകളിയുടെ രാജ്യത്തിൽ കാലമാകുന്ന വന്നിട്ട് ഇവിടെയുള്ള അർജുനനെയും പിടിച്ചിട്ട് ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യും? ഭൂമിയുടെ ഭാരം മുഴുവൻ തീർക്കാനായി കൗരവരുടെ അക്ഷയണിപ്പാടെ കൊന്നൊടുക്കുന്നതും ഞാൻ കാണും. ഇത് ഏത് കാലം പറയുന്നതാണ്? കൊളോണിയലിസം കഴിഞ്ഞ സമയത്ത്. എന്ത്? അവസാനം മൂന്നാം ലോകമായുധത്തെ അക്ഷയണിപ്പടയെ ഈ കൗരവരെല്ലാം കൊന്നൊടുക്കുന്ന ഞാൻ കാണാൻ പോവുകയാണ്. കേവലം മഹാത്മാവായ, അപ്പൊ അങ്ങ് ആരാണ്? കേവലം മഹാത്മാവാണ്, ജ്ഞാനമൂർത്തിയാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്, ആനന്ദമയനാണ്, സർവകാമങ്ങളുടെയും ഇരിപ്പിടമാണ്, വിഫലമാകാത്ത സങ്കല്പത്തോടു കൂടിയവനാണ്. അങ്ങയുടെ ആദ്യത്തെ ഒരു സങ്കല്പം ഇന്ന തരത്തിലുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുക്കണം. അവസാനം ലോകാവസാനത്തില് മഹാഭാരത യുദ്ധത്തിന് ശേഷം, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, നമ്മളിന്ന് മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ പടിക്കലാണ് നിൽക്കുന്നത്, നടുവിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ശേഷം ഒരു സുന്ദരമായ വസുദേവ ലോകം, എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങനത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ. കുടുംബത്തിൽ പിന്നെ ഉച്ചനീചത്വമൊന്നുമില്ലല്ലോ, എല്ലാവരും ജാതി മതങ്ങളും ഒന്നുമില്ലാതെ ഒരു സുന്ദരമായ ലോകം, എല്ലാ ജ്ഞാനവും തികഞ്ഞ ലോകമുണ്ടാകും. ഇതാണ് ആ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ശക്തിയുടെ, ശ്രീഹരിയുടെ സങ്കല്പം. അതൊരിക്കലും വിഫലമാകാൻ പോകുന്നില്ല. ആ കഴിയിൽ വരുന്നതാണ് ഈ കൃഷ്ണനെല്ലാം. കൃഷ്ണനെല്ലാം ഇതെല്ലാം ചെയ്തു പോവുക എന്നതിൽ കവിഞ്ഞ് കൃഷ്ണനും നിസ്സഹായനാണ്. കൃഷ്ണനും അതിൽ നിന്ന് ഒരിടം മാറാൻ പറ്റില്ല. ഈ ദേവതകളെല്ലാം പൂവിടാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്ന് കാലം വന്നിട്ട് നാട്ടിൽ ഓരോ സംഭവം ഉണ്ടാകുമ്പം മുകളിൽ നിന്ന് ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുക എന്ന് പറയുന്നതാണ് ദേവന്മാർക്കുള്ള ആകെ ജോലി. വേറെ ഒരു ഈ ദേവന്മാരെല്ലാം നമ്മൾ എന്തിനാ ആരാധിച്ചിട്ട് നമ്മൾ ഈ സമയം കളയുന്നത്? നമ്മുടെ കർമ്മം ചെയ്തു പോവുക. ജനിപ്പിച്ചതിന് അതിനൊരു കർമ്മമുണ്ട്, അതൊക്കെ ചെയ്ത് കൊടുത്തേക്കുക, എന്നിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയിക്കൊള്ളുക, വിളിക്കുമ്പോൾ പോയിക്കൊള്ളുക, വേറെ ഒന്നുമില്ല. ഇത് മനസ്സിലാക്കുക. എന്നിട്ടോ വിഫലമാകാത്ത സങ്കല്പത്തോടു കൂടിയ മായ സംസാര ചക്രത്തോടു കൂടിയ, മായാൽ ഒരു സംസാര ചക്രം ഉണ്ടാക്കിയിട്ട് എന്തിന്? അതിൽ നിന്നും മുക്തമായ, പക്ഷെ അതിൽ നിന്നും ഇതിലൊന്നും മായയിലൊന്നും പെട്ടിട്ടില്ല. നിൻ തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. നാരദൻ പറഞ്ഞു കൊടുക്കുക, നീ അവസാനം വരെ ചെയ്യുന്ന എന്താ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ടോ 26 സർവനിയന്ത്രിതമാണ്, സ്വതന്ത്രനാണ്, തൻ്റെ മായയിൽ തീർത്ത ലോകത്തിൽ ലീലയ്ക്ക് വേണ്ടി ഇപ്പോൾ മനുഷ്യരൂപത്തോടു കൂടി യവനായി വന്നിട്ടുണ്ട്. യാദവന്മാരുടെ ശ്രേഷ്ഠനാണ്. അപ്പം ഈ യാദവന്മാരുടെ ലോകം കൊളോണിയലിസത്തിന് ശേഷം രണ്ടായി തിരിയുമ്പോൾ ഒരു മറ്റുള്ള ഭാഗത്തെ നമ്മൾ യാദവരായി കണ്ടുകൊണ്ട് അതിൽ ആരാണോ ശ്രേഷ്ഠൻ അവരെല്ലാം കൃഷ്ണനായി കണ്ടുകൊള്ളുക. ലോകം കൊളോണിയലിസത്തിന് ശേഷം രണ്ടായി തിരിഞ്ഞു. ഒന്ന് ചൂതുകളിയുടെ ലോകം, മറ്റേത് ലോകം ചിന്തിച്ചു നോക്കുക, ചരിത്രം എടുത്ത് നോക്കുക. അപ്പൊ ആ ചരിത്രത്തെ നയിച്ച വ്യക്തികളിലൂടെ നിങ്ങൾ ആരെ കാണണം? കൃഷ്ണനെ കാണുക. യാദവ ശ്രേഷ്ഠന്മാർക്ക് ശ്രേഷ്ഠനും ആയ നിൻ തിരുവടിക്ക് നമസ്കാരം. 25 സുഗൻ പറയുകയാണ്, ഭഗവത് ഭക്തനായ നാരദമുനി യാദവനാഥനായ ശ്രീകൃഷ്ണനെ ഈ വിധം സ്തുതിച്ചുകൊണ്ട്, ഇപ്പൊ സ്തുതിയുടെ അർത്ഥം മനസ്സിലായില്ലേ? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, കൃഷ്ണൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, നിന്നെ ഏൽപ്പിച്ച ജോലി ഇതെല്ലാണല്ലോ ആ ശ്രീഹരി.
ഞാൻ പറഞ്ഞു തരാം, ഇതെല്ലാം നീ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചതിൻ്റെ ശേഷം അനുവാദത്തോടുകൂടി അദ്ദേഹം അങ്ങ് പോയി. നാരദരോട് കൃഷ്ണൻ ഒന്നും പറയാനും നിന്നില്ല. കാരണം നാരദം എന്നുള്ള കാര്യവും പറഞ്ഞിട്ട് നാരദരങ്ങ് പോയി. നാരദനോട് ഒരു കാര്യവും പറഞ്ഞില്ല. കൃഷ്ണൻ എന്താ കുറച്ച് ഉപദേശം കിടക്കട്ടെ, എന്തിനീ ഉപദേശം ഉള്ള നീ ചെയ്യാൻ പോകുന്ന കാര്യം പോലെ എനിക്കറിയാം. പിന്നെ ഇങ്ങേരോട് പിന്നെ എന്താ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും വെട്ടിത്തുറന്ന പറഞ്ഞ ഒരു വ്യക്തിയോട് കൃഷ്ണൻ നീ എന്തൊക്കെ ഉപദേശിക്കാനുണ്ട്? ഒരു ഉപദേശവും നാരദന് ആവശ്യമില്ല. കാരണം സൃഷ്ടി മുതൽ ഓരോ ആള് ചെയ്യുന്ന പ്രവൃത്തിയിൽ അതാത് സമയത്ത് ഈ ലിസ്റ്റ് നോക്കിയിട്ട് അങ്ങേര് പോയി കുത്തി കളക്കും. അത് ദുഷ്ടന്മാരെ നിലയിലും കയറും, ബുദ്ധിമാൻ നല്ല ആൾക്കാരുടെ. അദ്ദേഹത്തിന് പക്ഷമൊന്നുമില്ല. നാരദന് എല്ലായിടത്തും കയറും. ബ്രഹ്മാവിൻ്റെ വണ്ടിക്കില്ല, വിഷ്ണുവിൻ്റെ ഇല്ല, എവിടെയും നാരദൻ്റെ അടുത്ത് ആരും ഒന്നും കളിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പോസ്റ്റ്മാനെ കണ്ടിട്ടില്ലേ? കുറേ ലെറ്റർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും. അവിടെ പോയിട്ട് ആ അഡ്രസ്സ് കൊടുക്കും. അവിടെ പോയി അടക്കം അതുവരെ നാരദൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇന്ന സമയത്തുമ്പോൾ പ്ലാൻ അനുസരിച്ച് നീ ഇന്നടുത്ത് പോയിട്ട് ഇന്നാളെ കുത്തി ഇളക്കിക്കോളും. ഓ ശരി, അത് കൃഷ്ണനായാലും വേണ്ടിയില്ല, വിഷ്ണു ആയാലും വേണ്ടിയില്ല, ആരായാലും. അങ്ങനെ എല്ലാം അറിയുന്ന നാരദനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ മിണ്ടിയില്ല. എന്നിട്ടോ 26 ഭഗവാൻ കേശിയെ വധിച്ച ശേഷം സന്തുഷ്ടനായി ഗോപന്മാരോടുകൂടി പശുക്കളെയും പാലിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. അപ്പം പശുക്കളെ പാലിക്കുന്ന ജനങ്ങൾ, അന്നത്തെ ആൾക്കാരുടെ അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ ജനങ്ങളുടെ വക്താവാണ് ആര്? കൃഷ്ണൻ. എന്നിട്ട് ഒരിക്കൽ 27 ഗോപാലന്മാർ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തിയിട്ട് പശുക്കളെ മേയ്ക്കുവാൻ നിൽക്കുമ്പോൾ കള്ളനും കാവൽക്കാരനും എന്ന വേഷം ധരിച്ചുകൊണ്ട് കളിച്ചു. കള്ളനും കാവൽക്കാരനും, കള്ളനും പോലീസ് എന്ന് പറഞ്ഞാൽ മതി. കള്ളൻ ഇന്നത്തെ കാലം പറയുമ്പോൾ കള്ളനും പോലീസ്, കള്ളനും കാവൽക്കാരനാണ്. ഞാനിവിടെ കള്ളനും പോലീസും കളിച്ചു എന്ന് പറയുകയാണ്. അവരിൽ ചിലർ കള്ളന്മാരായി, മറ്റു ചിലർ പോലീസായി, മറ്റു ചിലർ ആടുകളായും അഭിനയിച്ചു. മോഷ്ടിക്ക ആട് വേണമല്ലോ. അപ്പം കുറച്ച് പേര് പോലീസായി, കുറച്ച് പേര് കള്ളനായി, കുറച്ച് പേര് ആടുകളായിട്ടും അഭിനയിച്ചു. അപ്പം 29 വലിയ മായാവിയും മയാസുരൻ്റെ പുത്രനുമായ വ്യോമൻ എന്നവൻ മയാസുരൻ്റെ പുത്രൻ, ഒരസുരനാണ്. വ്യോമൻ എന്നവൻ അവനും ഗോപാലവേഷം അങ്ങ് ധരിച്ചു. മായയാണല്ലോ, അവനും ധരിച്ചിട്ട് കള്ളനായിട്ടാണ് അവൻ കള്ളനായി അഭിനയിച്ച ആടുകളായി കള്ളനായി അഭിനയിച്ചിട്ട് അവൻ കള്ളനായിട്ട് അഭിനയിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആടുകളായി അഭിനയിച്ച അസംഖ്യം ഗോപന്മാരെ അടിച്ചു കൊണ്ടുപോയി. കുറേ പേർ ആടായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം കള്ളന്മാരുടെ പരിപാടി എന്താണ്? ആടിനെ അപഹരിച്ചു കൊണ്ടുപോവുക. അതുപോലെ ഇവനും കള്ളനായിട്ട് അഭിനയിച്ചിട്ട് ആർക്ക് സംശയം തോന്നൂലല്ലോ. എല്ലാ ആടുകളെ അപഹരിച്ചിട്ട് എവിടെ കൊണ്ടുപോയി അവസാനം അവരെയെല്ലാം പർവ്വതത്തിൻ്റെ ഗുഹയിൽ കൊണ്ടുപോയി കല്ലുകൊണ്ടടച്ചു. പർവ്വതത്തിൻ്റെ അകത്ത് വെച്ചിട്ട് കല്ലുകൊണ്ടടച്ചു. അവസാനം 4-5 ആടുകൾ മാത്രം ബാക്കിയായി. ബാക്കിയെല്ലാം ഇവൻ കള്ളനായിട്ട് വന്നിട്ട് അടിച്ചു കൊണ്ടുപോയിട്ട് ഗുഹയിൽ വെച്ചു. അപ്പം അത് മനസ്സിലാക്കിയ കൃഷ്ണൻ 31 ഗോപന്മാരെ തട്ടിക്കൊണ്ടുപോയ അവനെ സിംഹം ചെന്നായെ എന്ന പോലെ കടന്നു പിടിച്ചു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ എന്ത് ചെയ്തു? അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. ബലവാനായ അവൻ മാമല പോലെ സ്വന്തമാം ശരീരത്തെ സ്വീകരിച്ചു. വലിയ മലമാരിയായി തീർന്നു. ഭഗവാന്റെ പിടുത്തത്തിൽ നിന്നും കുതറാൻ ശ്രമിച്ചെങ്കിലും അവനത് സാധിച്ചില്ല. എന്നിട്ട് ഭഗവാൻ അവനെ നിലത്ത് വീഴ്ത്തിയ ശേഷം ആ പശുക്കളെ
എന്ത് ചെയ്തു? ആ കല്ലുകൾ നീക്കിയിട്ട് ഗുഹയിൽ നിന്നും അവനെ ഞെക്കിക്കൊന്നു. ആരെ? ഇവനെ കൊന്നതിന്റെ ശേഷം ഗുഹയിലുള്ള കല്ലിനെ തുറന്നിട്ട് തകർത്ത് കഷ്ടത്തിൽ നിന്നും ഗോപന്മാരെ മോചിപ്പിച്ചു. എന്നിട്ട് ഗോപന്മാരാലും ദേവന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഈ കഥ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേദത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് പർവ്വതങ്ങൾ പൊട്ടിച്ചിട്ട് കോൺക്രീറ്റ് യുഗത്തിലേക്ക് തുടക്കം കുറിച്ചത്, നദികളെ ശുദ്ധമാക്കിയെടുത്തത്. ഇതെല്ലാം ആ കാലഘട്ടത്തിലാണ്. അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം വേദങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴായി റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഇന്ദ്രൻ പർവ്വതത്തെ തകർത്തിട്ട് പർവ്വതത്തിൽ ഒളിച്ച ഗോക്കളെ വീണ്ടെടുത്തു. വേദത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ദ്രൻ, അവിടെ ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. അപ്പം കൃഷ്ണനെ എവിടെയും ഇന്ദ്രൻ എന്ന് കയറിയിട്ടും പറയാം. അവിടെ ഇന്ദ്രനേ ഉള്ളു, കൃഷ്ണനില്ല വേദങ്ങളിൽ. അതുകൊണ്ട് ഇന്ദ്രൻ പർവ്വതങ്ങളെ തകർത്തിട്ട് അതിലൊളിച്ച ഗോക്കളെ വീണ്ടെടുത്തു. അവിടെ അത് പറയുന്നത് ഗോക്കൾ എന്നത് വേദങ്ങളിൽ ഇലക്ട്രോണുകളാണ്. പർവ്വതത്തിൽ ഒളിച്ച ഇലക്ട്രോണുകൾ. പർവ്വതം എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് പർവ്വതത്തിന് സമാനമാണ്. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റുകൾ ഒരു ഗുഹമാരിയാണ്. ആറ്റത്തെ വലിയൊരു കിണറായിട്ടും ഗുഹയായിട്ടെല്ലാണ് വേറെ അടുത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിലൊളിച്ച ഗോക്കൾ ആരാണ്? ഇലക്ട്രോണുകളാണ്. അപ്പം ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളെ വേർപെടുത്തുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോണുകൾ ആരാണ്? ഗോക്കളാണ്, വൈദ്യുതിയാണ്. ഇലക്ട്രോണുകളാണ്, വൈദ്യുതിയാണ്. ഈ കാലഘട്ടത്തിലാണ് വൈദ്യുതി ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ വേദം എപ്പോഴും പറയും പർവ്വതങ്ങളെ തകർത്ത് അതിൽ അസുരന്മാർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗോക്കളെ വീണ്ടെടുത്തു. അതായത് വൈദ്യുതി ഉണ്ടാക്കിയതിനെ പറ്റി ആ ഒരു വിഷയവും ഇത് പലയിടത്ത് വേദങ്ങളിലുള്ളപ്പോൾ ഇവിടെയും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കൃഷ്ണന്റെ പേരിൽ ഗുഹയിൽ ഒളിപ്പിച്ച ഗോക്കളെ വീണ്ടെടുത്തു. ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുക. അതായത് വൈദ്യുതിയുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതിൻ്റെ അടുപ്പിച്ചെല്ലാം തന്നെയാണ് വൈദ്യുതിയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് വൈദ്യുതി എന്ന് പറയുന്നതാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തി. അപ്പോൾ ആ വൈദ്യുതിയുടെ കാലവും ഇവിടെ ഒരു കഥരൂപത്തിൽ വേറൊരു കഥരൂപത്തിൽ പറഞ്ഞങ്ങ് വെച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ള പ്രധാന സംഭവ വികാസങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക്